നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാൻ ഇറങ്ങിയിരിക്കുന്നു. കിഴക്കേ രാമൻചിറയിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. ഒറ്റയാനെ തുരത്താൻ വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ എത്തിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. സൂരജ് സജി തൃശൂരിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, ആ മേഖലയിലെ ഈ കാട്ടാന ശല്യവും ഭീതിയും അത് ഒഴിയുന്നില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരു ഒറ്റയാനാണ് ഇപ്പോൾ ആ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? പ്രജിൻ, ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ഈ ഒറ്റയാൻ ഇറങ്ങിയിരിക്കുന്നത്. നിരന്തരം ആന ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ആനയെ കാട് കയറ്റുന്നതിന് വേണ്ടി വയനാട്ടിൽ നിന്ന് 2 കുങ്കികളെ അടക്കം ദിവസങ്ങൾക്ക് മുൻപ് എത്തിച്ചത്. പക്ഷേ കുങ്കികളെ എത്തിച്ചെങ്കിലും ഇതുവരെയും ഈ ദൗത്യം ഒരു പൂർണ്ണ തോതിലേക്ക് എത്തിക്കാൻ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ആന ഇപ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന. ആന ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. കിഴക്കേ രാമൻചിറയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. പക്ഷെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരാകട്ടെ ആരും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. നാട്ടുകാർ തന്നെയാണ് ഇപ്പോൾ ഈ ആനയെ തുരത്തുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുന്ന. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വലിയ രീതിയിൽ നാട്ടുകാർ ബഹളമുണ്ടാക്കിയിട്ടും ആന പിന്തിരിയുന്നില്ല. ടോർച്ചിന്റെ വെട്ടമൊക്കെ അടിച്ച് ഈ ആനയെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം നാട്ടുകാർ നടത്തുന്നുണ്ട്. പക്ഷെ ആന പിന്തിരിയുന്നില്ല. പലപ്പോഴും ഈ രാമൻചിറയിൽ ഇറങ്ങുന്ന ആന പിന്നീട് പ്രധാന പാതയിലൂടെ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതാണ് ഒരു പതിവ് രീതി. ഈ വീടുകളിലൂടെയൊക്കെ എത്തുന്ന ആന വലിയ രീതിയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാറുണ്ട്. നേരത്തെ വനംവകുപ്പിന്റെ ഒരു വാഹനം തന്നെ ആന തകർത്തിരുന്നു. ഒരു വനംവകുപ്പ് വാച്ചറെ ആന ആക്രമിച്ചിരുന്നു. അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. പ്രധാന പാത, അതായത് കുതിരാനിലെ ദേശീയപാതയോട് മീറ്ററുകൾക്ക് ഇപ്പുറമാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക ഇരട്ടിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രജിത്ത്, ശരി. സൂരജ് സജിയാണ് തൃശൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചതിനെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീംകോടതി വിധി നാളെ. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. 14 വിഷയങ്ങളിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫറൻസിൽ വ്യക്തത തേടിയിരിക്കുന്നത്. ഗവർണർമാരുടെ അധികാരവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഈ വിധി നിർണായക സ്വാധീനമാകും ചെലുത്തുക. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് നൽകണമെന്ന് ഹൈക്കോടതി. തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ രീതി വേണമെന്നും ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മുന്നൊരുക്കങ്ങളിലെ പാളിച്ചയിൽ കോടതി കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തി. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ രീതി വേണമെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. ഇതിനായി വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിദഗ്ധ സമിതി രൂപീകരിക്കണം. അടിസ്ഥാന സൗകര്യവും തിരക്ക് നിയന്ത്രണവും ഈ സമിതിയുടെ കീഴിൽ വരണം. വിവരശേഖരണം നടത്തി വിവിധ സോണുകളായി തിരിച്ച് ഉൾക്കൊള്ളാനാവുന്ന ഭക്തരുടെ എണ്ണവും കണക്കാക്കണം. ഓരോ മണ്ഡലകാല സീസണിന് മുൻപും ശേഷവും വിദഗ്ധ സമിതി യോഗം ചേരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ദേവസ്വം മന്ത്രിക്ക് യോഗം വിളിക്കാനാവില്ലെന്ന പരാതി ഉയർന്നിരുന്നു. അടിയന്തരമായി ഏകോപനം ആവശ്യമുള്ള സമയമാണെന്നും യോഗം വിളിക്കാൻ മന്ത്രിയെ അനുവദിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ശുചിമുറി, വെള്ളം, ആരോഗ്യ സംവിധാനങ്ങൾ എല്ലാം ഉറപ്പാക്കണം. ഭക്തരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കേസ് 24-ന് വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ശബരിമലയിൽ ഇന്ന് തീർത്ഥാടക തിരക്ക് നിയന്ത്രണ വിധേയമായിരുന്നു. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ 20,000 പേർക്കുമാണ് ദർശനത്തിന് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. ഇന്നലത്തെ തിരക്ക് എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കുമെന്ന് ADGP S. ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. വെർച്വൽ ക്യൂ പാസ് ഇല്ലാതെ വരുന്നവരെ നിയന്ത്രിച്ചേ പറ്റൂ. വെർച്വൽ ക്യൂ പാസും ഇല്ല, സ്പോട്ട് ബുക്കിങ്ങിന്റെ ലിമിറ്റും കഴിഞ്ഞ് വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. കാരണം ഇവിടെ പരിമിതപ്പെട്ട സൗകര്യങ്ങളേ ഉള്ളൂ. മുമ്പ് ഈ പാസ് സിസ്റ്റം ഇല്ലാതിരുന്നപ്പോൾ എത്ര പേര് വേണമെങ്കിലും വരുമായിരുന്നു. അങ്ങനെ വരുന്നവർ പലപ്പോഴും ഈ എണ്ണത്തിൽ കുറവായിരിക്കും, ചിലപ്പോൾ അപൂർവം ദിവസങ്ങളിൽ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഒരു സ്ഥിതിയല്ല ഉള്ളത്. നമ്മൾ ക്ലിപ്തമായ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച എണ്ണത്തിന് അപ്പുറത്ത് വരുന്നവരെ തടയേണ്ടി വരും. മിനിഞ്ഞാന്നും അതിൻ്റെ തലേന്നും 55,000-ഉം 1,00,000-ന് മുകളിലുമായിരുന്നു. അവരുടെ ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ കുറച്ച് ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ നടന്നു എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. വൈഷ്ണ നൽകിയ രേഖകൾ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ പരിശോധിച്ചില്ലെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുന്നതിനു മുന്നേ തലസ്ഥാനത്ത് കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ പേരായിരുന്നു 24 വയസ്സുകാരിയായ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷിന്റേത്. മുട്ടട വാർഡിൽ പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെയാണ് CPIM ബ്രാഞ്ച് അംഗമായ ധനേഷ് കുമാർ പരാതിയുമായി എത്തിയത്. വൈഷ്ണ മുട്ടട വാർഡിലെ സ്ഥിരം താമസക്കാരിയല്ലെന്നും
കൃത്രിമമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുവെന്നുമായിരുന്നു പരാതി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതോടെ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വൈഷ്ണയെയും പരാതിക്കാരെയും കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെയും വിശദമായി കേട്ടു. പിന്നാലെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് സ്ഥാനാർത്ഥിയുടെ പേര് നീക്കം ചെയ്ത നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദ് ചെയ്തത്. ഉത്തരവിൽ സന്തോഷമെന്നും വിവാദ സമയത്ത് വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടുവെന്നും വൈഷ്ണ 24-നോട് പറഞ്ഞു. നമ്മൾ അത്രയും സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം നേരിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, നമുക്ക് അത്രയും മാനസിക സംഘർഷങ്ങൾ നേരിട്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ അതെല്ലാം നല്ലതിനായിരുന്നു എന്നുള്ളൊരു തോന്നലുമുണ്ട്. കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത നടപടി റദ്ദ് ചെയ്തത്. വൈഷ്ണ സുരേഷ് നൽകിയ രേഖകൾ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ പരിശോധിച്ചില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. നിയമവിരുദ്ധമെന്ന് അറിഞ്ഞിട്ടും പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തുവെന്നും വിമർശനമുണ്ട്. അതേസമയം പേര് നീക്കം ചെയ്ത നടപടി പ്രചാരണ വിഷയമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDFന് കനത്ത തിരിച്ചടി. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ മേയർ സ്ഥാനാർത്ഥി VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതെന്ന് കോടതി വിമർശിച്ചു. വീഴ്ച പറ്റിയോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വ്യക്തമാക്കി. കോടതി വിധിയിൽ മനപ്രയാസമില്ലെന്ന് VM വിനുവും പ്രതികരിച്ചു. VM വിനു 2020 വോട്ട് ചെയ്തിരുന്നില്ലെന്ന തദ്ദേശ ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടി. സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേകതയില്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും കോടതിയുടെ ചോദ്യം. ഇതോടെ VM വിനുവിന്റെ സ്ഥാനാർത്ഥി സാധ്യത DCC തള്ളി. മികച്ച സ്ഥാനാർത്ഥിയെ നാളെ അവതരിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ. നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിന്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLOമാർക്കും കോർപ്പറേഷനിൽ അവരെത്തിച്ച ഉദ്യോഗസ്ഥർക്കുമാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടിയിൽ മനപ്രയാസമില്ലെന്ന് VM വിനു പ്രതികരിച്ചു. ഇത് പുറകെ കുറെ കാലം നടന്നിട്ട് ഇത് കിട്ടിയിട്ട് കയ്യിൽ നിന്ന് പോകുമ്പോഴേ ഇതിനൊക്കെ വിഷമം ഉണ്ടാവുള്ളൂ. ഹൈക്കോടതി വിധി കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ 3 തവണ സമയം അനുവദിച്ചിരുന്നു. അത് പരിശോധിക്കേണ്ടത് സാധാരണ നിലയിൽ സാധാരണക്കാരായ വോട്ടർമാരല്ല. അത് ഇവിടുത്തെ കീഴ്വഴക്കമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അത് കോൺഗ്രസ് നിർവഹിച്ചില്ല എന്ന വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത്. കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിലും 2020 വോട്ട് ചെയ്തിരുന്നില്ലെന്ന കോൺഗ്രസ് വാദം തള്ളിയിരുന്നു. അതേസമയം VM വിനുവിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തതിൽ സിറ്റിംഗ് കൗൺസിലർക്ക് കോൺഗ്രസിന്റെ ശാസന. മലാപ്പറമ്പ് കൗൺസിലർ KP രാജേഷിനോട് DCC പ്രസിഡന്റ് രാജി എഴുതി വാങ്ങി. 24 കോഴിക്കോട്. കൊല്ലത്ത് ഫ്ലക്സ് ബോർഡ് കെട്ടുന്നതിനെ ചൊല്ലി BJP CPIM സംഘർഷം. BJP പ്രവർത്തകന് വെട്ടേറ്റു. BJP പ്രവർത്തകനായ രതീഷിനാണ് വെട്ടേറ്റത്. കൊല്ലം പുല്ലൂർ നഗരസഭയിലെ ശാസ്താംകുളം വാർഡിലാണ് BJP CPIM സംഘർഷമുണ്ടായത്. BJP പ്രവർത്തകനായ കവിരാജിനും പരിക്കേറ്റു. ഒരു വലിയൊരു കാര്യം ഗുണ്ടായിസം തന്നെയാണ് CPIMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ സമാധാനമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ഫ്ലെക്സ് വെക്കാൻ, ഞങ്ങളുടെ നേരത്തെ ഇരുന്ന ഫ്ലെക്സ് അവിടെ നമ്മുടെ ഒരു ഫ്ലെക്സ് സ്ഥാപിക്കാൻ പോയപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് കൊണ്ടുവച്ച് അതൊന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ നമ്മളെ ആയുധങ്ങളായിട്ട് സഹപ്രവർത്തകരെ ഉപദ്രവിക്കുമായിരുന്നു. മറിയമായിട്ട് സ്ഥാനാർത്ഥിയെ തന്നെ ആക്രമിക്കുന്ന രീതിയിലായിരുന്നു അവരെ അത് തടയാൻ പോയ പ്രവർത്തകൻ്റെ കൈ നല്ല രീതിയിൽ വെട്ടേക്കുകയും മറ്റു സഹങ്ങളുടെ കൈകളിലെല്ലാം നല്ല പാടുകൊണ്ട് അവർ എല്ലാം മദ്യലഹരിയിലും ഒക്കെ ആയിരുന്നു. വല്ലാത്തൊരു ഇതായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിപിൻ സി വിജയൻ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഫോർട്ട് കൊച്ചി സ്വദേശി ഷംസുവിന്റെ മകൻ മുഹമ്മദ് ഷഹീൻ കേസിനെ കാണാനില്ല എന്നൊരു പരാതി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മുതലാണ് കാണാതായത്. 16 വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായം. ഫോർട്ട് കൊച്ചി പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാവുന്നുണ്ട്. ഫോർട്ട് കൊച്ചി സ്വദേശിയാണ് മുഹമ്മദ് ഷഹീൻ കേസ് എന്നാണ് പേര്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സമ്മർദ്ദം വ്യക്തമായിട്ടും BLOമാർക്കുള്ള ചുമതലകളിലും ടാർഗറ്റിലും മാറ്റമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLOമാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. SIR നിർത്തിവെക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഹർജി സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. വിവാദങ്ങൾക്കിടെ SIR നടപടിയുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഭരണഘടനാ ഉത്തരവാദിത്തമാണ് BLOമാർ ചെയ്യുന്നത്. BLOമാർക്ക് ടാർഗറ്റുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കണം. മഹത്തായ ലക്ഷ്യത്തിലേക്കെത്താൻ താനും തന്റെ ഓഫീസും
പകലോ രാത്രിയോ ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ഇതിലെ ഒരിക്കലും ഒരു ഭാഗത്തിനും നിലവിലുള്ള ഇലക്ട്രൽ ലോസ് അനുസരിച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. 97% കൂടുതൽ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി ഫോം തിരികെ ശേഖരിക്കുന്ന നടപടിയാണ്. ബൂത്ത് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇന്നു മുതൽ യോഗം ചേർന്ന് ഈ നടപടികൾ പൂർത്തിയാക്കണമെന്നും സിഇഒ. കേരളത്തിലെ SIR-നെതിരായ ഹർജികൾ സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. സംസ്ഥാന സർക്കാരിന് പുറമെ മുസ്ലിം ലീഗ്, CPIM, കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് ഹർജി നൽകിയത്. അടിയന്തരമായിട്ട് ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് വെള്ളിയാഴ്ച നമ്മൾ കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. വോട്ടർ പട്ടികയിലുള്ള മരിച്ചവരും സ്ഥലം മാറിയവരും ഉൾപ്പെടെ 55,000 സംശയമുള്ള ഫോമുകൾ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. നേരത്തെ സൂചിപ്പിച്ച കാണാതായ കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുണ്ട്. കുട്ടിയുടെ ഫോട്ടോയും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് 16-കാരനെ കാണാതായത്. ഫോർട്ട് കൊച്ചി സ്വദേശി ഷംസുവിന്റെ മകൻ മുഹമ്മദ് ഷഹീറാണ് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ കാണാതാവുകയായിരുന്നു. ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വരുന്നേയുള്ളൂ. ആരെങ്കിലും ഈ കുട്ടിയെ കാണുകയാണെങ്കിൽ, സംശയം തോന്നുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക, അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി പോലീസുമായി ബന്ധപ്പെടണം എന്നാണ് ഇപ്പോൾ രക്ഷിതാക്കളും അറിയിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതലാണ് കുട്ടിയെ കാണാതായത്. 16 വയസ്സാണ് ഷഹീനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ആരെയും സർക്കാരും പാർട്ടിയും സംരക്ഷിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. N വാസുവിനെ പറ്റുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ അഭിപ്രായം തനിക്കില്ല. വെള്ളാപ്പള്ളി മതനിരപേക്ഷവാദിയെന്നും യഥാർത്ഥ വർഗീയവാദികൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയുമെന്നാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24 ഫോർ ദ പീപ്പിൾ പരിപാടിയിലായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവാദങ്ങൾ ചൂടുപിടിക്കുന്നതിനിടയിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്കും സർക്കാരിനും ബന്ധമില്ല. ആര് തെറ്റ് ചെയ്താലും ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. N വാസു തെറ്റ് ചെയ്യില്ല എന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ബോധ്യം തനിക്കില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഒരാളെ ബോധ്യമൊന്നുമില്ല. ഞാൻ ബോധ്യപ്പെടേണ്ട കാര്യമില്ല. അതിന് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? കോടതിയുടെ മുമ്പിൽ ഇതെല്ലാം കൃത്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ആലോചിക്കാം. A പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തേക്കുമല്ലോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. A പത്മകുമാറിന്റെ അറസ്റ്റ് ആരറസ്റ്റ് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതിനപ്പുറം പറയണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശൻ മതനിരപേക്ഷവാദി എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. യഥാർത്ഥ വർഗീയവാദികൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും. അല്ല, SNDP രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ. നിങ്ങൾ വെറുതെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതൊരു സാമുദായിക സംഘടനയല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. SNDP ആയാലും NSS ആയാലും അതുപോലെ തന്നെ മറ്റു വിവിധ പേരുകളിൽ നിരവധി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തികമായി കേരളത്തെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നുണ്ട്. കിഫ്ബി പാലങ്ങൾക്ക് ടോൾ പിരിക്കുമെന്നും MV ഗോവിന്ദൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാകുമെന്നും വിവാദങ്ങളെ തള്ളിക്കളഞ്ഞു ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ആത്മവിശ്വാസം. ന്യൂസ് ഡെസ്ക് 24. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ അൽഫല സർവകലാശാലയിൽ നിന്ന് 10-ലധികം ആളുകളെ കാണാനില്ല. അന്വേഷണ സംഘത്തിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് കാണാതായത്. അതിനിടെ ഡോക്ടർ ഉമർ നബി ബോംബ് തയ്യാറാക്കിയത് ചെങ്കോട്ടയ്ക്ക് സമീപത്തുള്ള പാർക്കിംഗിൽ വെച്ചെന്ന് NIA കണ്ടെത്തൽ. ആക്രമണ സ്ഥലം തീരുമാനിച്ചത് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായി ചേർന്നാണെന്നും സൂചനകൾ ലഭിച്ചു. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെയാണ് അൽ ഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച അന്വേഷണ സംഘങ്ങൾ പരിശോധന നടത്തിയത്. ജമ്മു കശ്മീർ പോലീസിന്റെയും ഫരീദാബാദ് പോലീസിന്റെയും പരിശോധനയ്ക്ക് ശേഷം സർവകലാശാലയിൽ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതുമായ 10-ലധികം പേരെ കാണാനില്ല എന്നാണ് വിവരം. ഇതിൽ 3 പേർ കശ്മീർ സ്വദേശികളാണ്. കാണാതെയായ വ്യക്തികളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നും വ്യക്തികളുടെ വിവരം ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചതുമായാണ് വിവരം. കാണാതായവരിൽ പലർക്കും ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളതായി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപം ആക്രമണം നടത്തുന്നതിന് മുമ്പായി കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ഉമർ നബി ജെയ്ഷെ സംഘവുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് NIA കണ്ടെത്തി. ആക്രമണത്തിന് തൊട്ടുമുൻപ് പാർക്കിങ്ങിലുണ്ടായ 3 മണിക്കൂർ സമയത്താണ് ബോംബ് തയ്യാറാക്കിയതെന്നാണ് വിവരം. ആക്രമണം നടത്താനുള്ള സ്ഥലം തെരഞ്ഞെടുത്തതും ഭീകര സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ചാണെന്നാണ് സൂചന. 24 ഡൽഹി. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച ഗുണ്ട നേതാവ് അൻമോൾ ബിഷ്ണോയി NIA കസ്റ്റഡിയിൽ. ഡൽഹി പട്യാല ഹൌസ് കോടതിയുടേതാണ് നടപടി. ഇന്ത്യയിലെത്തിച്ച ശേഷമുള്ള അൻമോൾ ബിഷ്ണോയുടെ ചിത്രവും അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. അധോലോക കുറ്റവാളി ലോറൻസ് ബിഷ്ണോയുടെ ഇളയ സഹോദരൻ, മഹാരാഷ്ട്ര മുൻമന്ത്രി ബാബ സിദ്ദിഖിയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി, പഞ്ചാബി ഗായകൻ സിദ്ദു മൂസാവാല കൊലപാതക കേസ്,
ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ മുംബൈയിലെ വീടിന് നേരെ വെടിയുതിർത്ത കേസ് തുടങ്ങി ഇന്ത്യയിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ അന്വേഷണം നേരിടുന്ന ഗുണ്ടാ നേതാവാണ് അൻമോൾ ബിഷ്ണോയി. US-ൽ നിന്ന് ഡൽഹിയിലെത്തിച്ചതിന് പിന്നാലെ അൻമോൾ ബിഷ്ണോയിയെ കസ്റ്റഡിയിലെടുത്ത് NIA ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കി. 15 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് NIA ആവശ്യപ്പെട്ടിരുന്നു. 11 ദിവസത്തേക്ക് കോടതി കസ്റ്റഡി അനുവദിച്ചു. US-ൽ നിന്ന് ഇന്ത്യൻ ഏജൻസികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് അൻമോൾ ബിഷ്ണോയിയെ നാടുകടത്തിയത്. ഭാനുപ്രതാപ് എന്ന പേരിൽ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് അൻമോൾ ബിഷ്ണോയി US-ലേക്ക് കടന്നത്. 24 ഡൽഹി. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ. ഉപമുഖ്യമന്ത്രിമാരായി സമ്രാട് ചൌധരിയും വിജയ് സിൻഹയും തുടരും. നിതീഷ് കുമാർ ഇന്ന് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. പട്നയിൽ ചേർന്ന NDA നേതാക്കളുടെ യോഗത്തിൽ നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. പിന്നാലെ രാജ്ഭവനിലെത്തി നിതീഷ് കുമാർ ഗവർണറെ കണ്ടു. രാജി സമർപ്പിച്ച സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. നിലവിലെ ഉപമുഖ്യമന്ത്രിമാരായ BJP-യുടെ സാമ്രാട് ചൌധരിയും വിജയ് സിൻഹയും തുടരും. JDU-വിൽ നിന്ന് 9 പേരും BJP-യിൽ നിന്ന് 10 പേരും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയ്ക്കും രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ വീതം നൽകും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റാൻ ശ്രമിക്കുമെന്ന് കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ ചിരാഗ് പസ്വാൻ. कल शपथ के बाद इस बात को पूरा प्रयास किया जाएगा कि जो वादे हम लोगों ने संकल्प पत्र में किए हैं एक एक करके जल्द से जल्द उन वादों पर हमारी NDA की सरकार खरा उतरेगी. നാളെ രാവിലെ 11:30 പട്നയിലെ ഗാന്ധി മൈതാനിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. 24 ഡൽഹി. ഇടുക്കിയിൽ സ്കൂൾ ബസ് കയറി 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തടിയമ്പാട് സ്വദേശി ഹെയ്സൽ ബെൻ ആണ് മരിച്ചത്. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ വെച്ചായിരുന്നു അപകടം. അപകടത്തിന്റെ ഉത്തരവാദിത്തം സ്കൂൾ മാനേജ്മെന്റ് ഏറ്റെടുത്തു. രാവിലെ 9 മണിയോടെയാണ് അപകടം. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ച ഹെയ്സലും പരിക്കേറ്റ ഇനയ തെഹ്സിനും. 17-ാം നമ്പർ ബസ്സിലാണ് ഇരുവരും സ്കൂളിലെത്തിയത്. ബസ്സിൽ നിന്നിറങ്ങി ഇരുവരും ക്ലാസ് മുറിയിലേക്ക് ഓടി. ഇതിനിടെ കുട്ടികളെ ഇറക്കി മുൻപോട്ടെടുക്കുകയായിരുന്ന 19-ാം നമ്പർ ബസ് കുട്ടികളെ തട്ടിയിട്ടു. ഇരുവരുടെയും ദേഹത്തോടെ ബസ് കയറി ഇറങ്ങി. ഹെയ്സൽ തൽക്ഷണം മരിച്ചു. പുറകിൽ ഒരു വണ്ടി ഒന്ന് ഇറങ്ങി, ഫ്രണ്ടിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നു. അവരുടെ ക്ലാസ് ആ കോർണറുള്ള ക്ലാസ് റൂമായിരുന്നു അവരുടെ അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു ആക്സിഡൻ്റായിട്ട് വണ്ടി അടിയിൽപ്പെട്ടു. വണ്ടി ഫ്രണ്ടിലെടുത്ത് അങ്ങനെയാണ് ആക്സിഡന്റ് നടന്നത്. ആക്സിഡന്റത്തിന് 304 FIR എടുക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടങ്ങി. കുട്ടികളെ നിയന്ത്രിക്കുന്നതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഈ പറഞ്ഞ ബസ്സിൽ കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷേ പുറകിലത്തെ ബസ്സിലെ ഉണ്ടായിരുന്ന 2 കുഞ്ഞുങ്ങൾ പറഞ്ഞത് വെച്ചിടത്തോളം ഈ ബസ്സിന്റെ മുന്നിൽ കൂടി ക്രോസ് ചെയ്ത് പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടായതാണ് അറിയാൻ കഴിഞ്ഞത്. 2 ടീച്ചേഴ്സ് സ്കൂൾ ബസ്സിലുണ്ടായിരുന്നു. പിന്നെ ആയമാർ പുറത്തുണ്ടായിരുന്നു. സാധാരണ ഈ കാണുന്ന വരാന്തയിലൂടെ ആയമാർ കുട്ടികളെ ബാഗും എടുത്ത് ക്ലാസ് റൂമിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്ന പതിവ്. ഗുരുതരമായി പരിക്കേറ്റ ഇനയ തെഹ്സിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ഹെയ്സൽ ബെന്നിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 ഇടുക്കി. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോൺഗ്രസിനെ വെട്ടിലാക്കി തൃശൂരിലും പേയ്മെന്റ് സീറ്റ് ആരോപണം. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് സാമ്പത്തിക തിരിമറി നടത്തി സീറ്റ് നൽകി എന്നാണ് ആരോപണം. DCC ജനറൽ സെക്രട്ടറി PA ആന്റോ KC വേണുഗോപാലിന് അയച്ച കത്തിന്റെ പകർപ്പ് 24-ന്. മലപ്പുറത്ത് മകളെ പീഡിപ്പിച്ച പിതാവിന് 178 വർഷം തടവ്, 10 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. ശിക്ഷ വിധിച്ചത് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി. 2022 മുതൽ 1 വർഷം പെൺകുട്ടിയെ പലതവണ പിതാവ് ബലാത്സംഗം ചെയ്തുവെന്ന് കേസ്. ആലപ്പുഴ ചേർത്തലയിൽ പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥിയെ തെരുവുനായ ആക്രമിച്ചു. ചേർത്തല നഗരസഭ 15-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ഹരിതയ്ക്കാണ് പരുക്കേറ്റത്. കോഴിക്കോട് രാമനാട്ടുകരയിൽ തർക്കത്തിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. പരിക്കേറ്റ നല്ലള സ്വദേശി റമീസിനെയും റഹ്മാൻ ബസാർ സ്വദേശി റഹീസിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
തിരുവനന്തപുരം കാട്ടാക്കടയിൽ KSRTC ഡ്രൈവർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചുവെന്ന് പരാതി. നെല്ലിക്കാട് സ്വദേശിക്കാണ് പരുക്കേറ്റത്. കോട്ടപ്പുറത്ത് ഇറങ്ങേണ്ട വിദ്യാർത്ഥി കിള്ളിയിൽ ഇറങ്ങാൻ ശ്രമിച്ചതാണ് ഡ്രൈവറെ പ്രകോപിപ്പിച്ചത്. തമിഴ്നാട്ടിലും BLOയുടെ ആത്മഹത്യാശ്രമം. കുംഭകോണത്തെ അങ്കണവാടി ജീവനക്കാരി ചിത്രയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. SIRുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് ആരോപണം. തിരുവനന്തപുരം പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം അഴിമതിയിൽ RSS BJP നേതാക്കൾ കുരുക്കിൽ. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റം ഭയന്നുള്ള വ്യാജ വാർത്തയെന്ന് S. സുരേഷ് വിശദീകരിക്കുന്നു. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലെ അഴിമതിയിൽ വകുപ്പ് തല അന്വേഷണത്തിനു പിന്നാലെയാണ് പണം തിരിച്ചുപിടിക്കാനുള്ള സഹകരണ വകുപ്പിന്റെ ഉത്തരവ്. സഹകരണ സംഘത്തിന് 4,16 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സംഘം പ്രസിഡന്റ് RSS മുൻ വിഭാഗ് ശാരീരിക് പ്രമുഖ് G. പത്മകുമാർ 46 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. സംഘം വൈസ് പ്രസിഡന്റായിരുന്ന S. സുരേഷ് അടയ്ക്കാനുള്ളത് 43 ലക്ഷം രൂപ. ഭരണസമിതിയിലുണ്ടായിരുന്നത് 16 പേരായിരുന്നു. ഇതിൽ 7 പേർ 46 ലക്ഷം വീതം തിരിച്ചടയ്ക്കണം. 9 പേർ 16 ലക്ഷം വീതവും തിരിച്ചടയ്ക്കണം. BJP നടത്തുന്ന തട്ടിപ്പിന്റെ ഒരു ഭാഗമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കമിഴ്ന്ന് വീണാൽ കാൽപ്പനം എന്നതാണ് കേരളത്തിലെ BJP നേതാക്കന്മാരുടെ ആയിട്ടുള്ള ചിലരുടെ ഇപ്പോഴത്തെ ശൈലി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും. തനിക്കെതിരെയുള്ള വാർത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റം ഭയന്നെന്ന് S. സുരേഷിന്റെ വിശദീകരണം. സുരേഷിനെതിരെയുള്ള വാർത്ത എങ്ങനെ BJPയുടെ മുന്നേറ്റത്തെ തടയുമെന്ന മറുചോദ്യവുമായി മഹിളാ മോർച്ച നേതാവ് രംഗത്തെത്തി. സ്വജനപക്ഷപാതവുമായി നടക്കുന്ന സുരേഷ് തനിക്കു നേരെ വരുന്നത് സ്വയം പ്രതിരോധിച്ചാൽ മതിയെന്നും പാർട്ടിയെ കൂട്ടുപിടിക്കേണ്ടെന്നുമായിരുന്നു കോഴിക്കോട് നിന്നുള്ള മഹിളാ മോർച്ച നേതാവ് സ്മിത ലക്ഷ്മിയുടെ കമന്റ്. 24 തിരുവനന്തപുരം. ഒരു കായിക വാർത്തയിലേക്കാണ്. ചരിത്രമെഴുതി ക്യുറസാവോ. ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന റെക്കോർഡ് ഇനി ഈ കരീബിയൻ രാജ്യത്തിന് സ്വന്തമാണ്. 1.5 ലക്ഷമാണ് ക്യുറസാവോയിലെ ജനസംഖ്യ. Obispo gets the header out. Curaçao have done it. A blue wave is heading to the World Cup. ഫുട്ബോളിന്റെ വിശ്വവേദിയിൽ വിസ്മയമാകാൻ ഇത്തവണ അവരുമുണ്ട്. ക്യൂറസാവോ കരീബിയൻ കടലിൽ മഷിക്കുത്തുപോലൊരു രാജ്യം. ഈ കുഞ്ഞൻ ദ്വീപിന്റെ ആകെ വിസ്തൃതി വെറും 444 ചതുരശ്ര കിലോമീറ്ററാണ്. ജനസംഖ്യ കൃത്യമായി പറഞ്ഞാൽ 1,56,115. കോൺകക്കഫ് മേഖലയിൽ നിന്ന് ഒറ്റ മത്സരം പോലും തോൽക്കാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ക്യൂറസാവോ ലോകകപ്പ് ടിക്കറ്റ് ഉറപ്പിച്ചത്. 2018 റഷ്യൻ ലോകകപ്പിൽ കളിച്ച ഐസ്ലൻഡിന്റെ പേരിലായിരുന്നു ഇതുവരെ റെക്കോർഡ്. 3,50,000 ആയിരുന്നു അന്ന് ഐസ്ലൻഡിലെ ജനസംഖ്യ. അതിന്റെ പകുതി പോലുമില്ല ക്യൂറസാവോയിൽ. 2010 ക്യൂറസാവോ നെതർലാൻഡ്സിൽ നിന്ന് സ്വയംഭരണാവകാശം നേടുന്നത്. എന്നാൽ രാജ്യത്തിന്റെ ജനസംഖ്യയിലെ 85% പേരും നെതർലാൻഡ്സിൽ നിന്നുള്ളവർ. ഫുട്ബോൾ ടീമിലെ കാര്യവും ഇതുതന്നെ. പരിശീലകൻ ഡിക് അഡ്വക്കേറ്റ് 94 ലോകകപ്പിൽ ഡച്ചു പടയ്ക്കായി ബൂട്ട് കെട്ടിയിട്ടുണ്ട്. ലോകകപ്പിലെ ഏറ്റവും പ്രായമേറിയ പരിശീലകൻ എന്ന റെക്കോർഡും 78-കാരനായ ഡിക്കിനെ കാത്തിരിക്കുന്നു. കളിക്കാരിൽ ഭൂരിഭാഗവും ഓറഞ്ച് ജേഴ്സി ഉപേക്ഷിച്ച് നീലപ്പടയ്ക്കൊപ്പം ചേർന്നവരാണ്. സ്പോർട്സ് ഡെസ്ക് 24. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാർത്ത വരുന്നു. 87 ലക്ഷം രൂപയുടെ തട്ടിപ്പ് അവിടെ നടന്നു എന്നാണ് വാർത്ത. വെർച്വൽ അറസ്റ്റിലൂടെയും ട്രേഡിംഗിലൂടെയുമായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. 87 ലക്ഷം രൂപയാണ് അജ്ഞാത സംഘം തട്ടിയെടുത്തത് എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നാണ് ഈ പണം തട്ടിയെടുത്തത്. മുംബൈ പോലീസ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ തട്ടിപ്പ് എന്നുകൂടി ഇപ്പോൾ വ്യക്തമാവുന്നുണ്ട്. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.